വെൽക്കം ബാക്ക് ടു കിച്ചൺ ടൈൽസ്. ഇന്ന് റമദാനിനും ഈസ്റ്ററിനും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് വീഡിയോ. പ്രോൺ മസാല നിറച്ച പിടിയും ഇടിയപ്പവും. ഞാനൊരു 500 ഗ്രാംസ് പ്രോൺസിൻ്റെ അളവാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ പ്രോൺ മസാല ആദ്യം ഉണ്ടാക്കി പിടിയുടെ അകത്ത് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ ഈ മസാല തന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അകത്ത് ലെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോൺ മസാലയാണ്. അപ്പോൾ അതിന് ഞാൻ 1 kg പ്രോൺസ് ക്ലീൻ ചെയ്ത് 500 ഗ്രാംസ് ഹോൾ മീറ്റ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോൾട്ടും കൂടി ആഡ് ചെയ്ത്. ആൻഡ് 1 കപ്പ് ഷാലറ്റ്സ്, ചെറിയ ഉള്ളി, ആൻഡ് 5 to 6 ഗ്രീൻ ചില്ലി, ചെറിയൊരു പീസ് ജിഞ്ചർ, ആൻഡ് 10 to 15 ഗാർലിക്. ഇത്രയാണ് മസാലയ്ക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പ്രോൺസ് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഈ പ്രോൺസ് ക്രഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാടൊന്ന് ഗ്രൈൻഡ് ആയി പോകരുത്. പാനിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ ക്രഷ് ചെയ്ത ഉള്ളി ആഡ് ചെയ്യുക. ഉള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക, ബ്രൗൺ ആവുന്ന വരെ. ഇനി ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡറിൽ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് കൂടുതലായിട്ട് അരഞ്ഞു പോകരുത്. ഇനി ഇതും നല്ലൊരു ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യാം, ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം അമ്മ നേരത്തെ കഴിച്ചിട്ടില്ല. അമ്മ ഇത് ട്രൈ ചെയ്തു, ഭയങ്കര നല്ല. പിടിയില്ലേ നമ്മുടെ തേങ്ങാപ്പാലിലുള്ള പിടി, അതിനകത്ത് പ്രോൺസിൻ്റെ മസാല നിറയ്ക്കും. ആൻഡ് അതുപോലെ തന്നെ ആ സെയിം മസാല തന്നെ ഇടിയപ്പത്തിൻ്റെ ഇടയിൽ വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കും. രണ്ടും നല്ല സ്പെഷ്യൽ. ഇടിയപ്പം സ്റ്റഫ് ചെയ്തതിന് തേങ്ങാപ്പാൽ മതി ജസ്റ്റ്. പിടിക്ക് പിന്നെ തേങ്ങാപ്പാലിൽ തന്നെ കിടക്കണം. രണ്ടും നല്ല ടേസ്റ്റാണ്, ഒടുക്കത്തെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, ഫെനൽ പൗഡർ, ആൻഡ് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ആൻഡ് ചെറിയൊരു പീസ് വാളംപുളി. ഈ ഒരു മസാലയ്ക്ക് എപ്പോഴും ചില്ലി പൗഡർ ആഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. എപ്പോഴും പെപ്പറിൻ്റെയും ഗ്രീൻ ചില്ലിയുടെയൊക്കെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണതാണ് നല്ലത്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്യാം. ഇനി അഗെയിൻ നന്നായിട്ടൊന്ന് പ്രോൺസ് ചെറുതായിട്ടൊന്ന് മൊരിയുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യാനായതുകൊണ്ട് ഒരുപാട് അങ്ങ് ഓയിൽ ആഡ് ചെയ്യാതെ ഉണ്ടാക്കണതാണ് നല്ലത്. ജസ്റ്റ് സോൾട്ടും മസാലയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. മസാല പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിടിയിലും നിറയ്ക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോൺ മസാല നിറയ്ക്കാനുള്ള പിടിയാണ് ചെയ്യാൻ പോകുന്നത്. പിടി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുക. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ആൻഡ് 3 ഉള്ളി, ചെറിയ ജീരകം 2 പിഞ്ച്, അത്രയും ഒന്ന് ചതച്ചിട്ട് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്താൽ മതി. ആൻഡ് 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ആഡ് ചെയ്ത് വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. ഒന്നും കൂടി ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനൊരു ഇത്തിരി കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി, നൈസായിട്ടുള്ള പൊടി വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. നല്ല സ്പ്രെഡ് ചെയ്ത് ആഡ് ചെയ്യുക. ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഇതിൻ്റെ എല്ലാ സൈഡിലും, ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് അടപ്പിൽ നിന്ന് മാറ്റി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി ഈ പൊടി ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പിടി പൊട്ടി പോവാതിരിക്കണമെങ്കിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഒരു 2 ഡ്രോപ്പ് ഗീയും കൂടി ആഡ് ചെയ്യാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് കുഴയ്ക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ഫില്ലിംഗ് ഇല്ലാത്ത പിടിയാണെങ്കിലും ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ പ്രോൺസിൻ്റെ മസാല ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ചുകൂടി വലിയ സൈസിലുള്ള പിടി വേണം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അകത്ത് ഫില്ല് ചെയ്യാം. ആൻഡ് നല്ല ഈവനായിട്ട് കവർ ചെയ്യും. ബ്രേക്ക് ചെയ്ത് പോകാതെ എല്ലാ സ്ഥലവും നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് വെക്കാം. ഈ കവറിങ് ഇതുപോലെ പൊട്ടിപ്പോവാതെ വേണം മസാല ഇട്ട് കവർ ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോൺ മസാല വെച്ച് കവർ ചെയ്യാം. ഇനി നമ്മൾ പ്രോൺ മസാല ഫില്ല് ചെയ്ത ബോൾസ് ഒന്ന് സ്റ്റീം ചെയ്യാം. ഒരു 15 മിനിറ്റൊക്കെ ഇതുപോലെ മൂടി വെച്ച് സ്റ്റീം ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്റ്റീം ചെയ്യുമ്പോഴാണ് ഈ പൊടിയുടെ പച്ച ടേസ്റ്റ്, റോ ടേസ്റ്റ് നന്നായിട്ട് മാറണമെങ്കിൽ ഇതുപോലെ സ്റ്റീം ചെയ്യണം. ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ സ്റ്റീം ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം. ഇനി പിടിയുടെ ബോൾസ് കുക്കാവുന്നതിനും നമുക്ക് ഇടിയപ്പം ഒന്ന് സ്റ്റഫ് ചെയ്യാം. ഇടിയപ്പം നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോൺ മസാല ഫില്ല് ചെയ്യാം. ഇടിയപ്പം അച്ചിലോട്ട് ആദ്യം തേങ്ങ ആഡ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഒരു ലെയർ ആഡ് ചെയ്യാം. ആൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോൺ മസാല അതിൻ്റെ ഇടയിൽ വെച്ച് ഫില്ല് ചെയ്യാം. ആൻഡ് ഒരു ലെയറും കൂടി അതിൻ്റെ മേലെ ആഡ് ചെയ്യാം. ഇത് ഒരുപാട് അങ്ങ് നിറച്ചങ്ങോട്ട് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ആവി കയറ്റാൻ 3 തട്ട് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ആകെ കൂടെ അമർന്നു പോകും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ അടുത്ത തട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോൺ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിൽ കുറച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം ആക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. ഇനി സ്റ്റീം ചെയ്യാൻ വെക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇത് വെക്കാനായിട്ട്. 2 തട്ട് വെച്ചാൽ മതിയോ. ബിക്കോസ് നമ്മൾ അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ ഇടിയപ്പം ഭയങ്കരമായിട്ട് അമർന്നു പോകും. ഇനി ഒരു 10 മിനിറ്റ്സ് ഒന്ന് ആവിയട്ടെ. നമ്മുടെ ചെമ്മീൻ പിടി ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാലിലേക്ക് ആഡ് ചെയ്യാം. ഇനി ചെമ്മീൻ പിടിയുടെ പാലുണ്ടാക്കാനായിട്ട് 3 കപ്പ് തേങ്ങ ചെരുകിയത്, അതൊരു 2 കപ്പ് വെള്ളം ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. അത് ഈ ചട്ടിയിലോട്ട് ആഡ് ചെയ്യാം. 2ാം പാൽ ചട്ടിയിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ്റെ പിടി ആഡ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പാല് ചൂടാവുന്നവരെ ഒന്ന് സ്റ്റേർ ചെയ്ത് കൊടുക്കാം. ഈ 2ാം പാലൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കട്ടിയുള്ള പാൽ ആഡ് ചെയ്യാം. ഇനി ഈ ഒഴിച്ച പാല് നല്ല കട്ടിയാവുന്നവരെ ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ തിക്കാവുന്നവരെ സ്റ്റേർ ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ആൻഡ് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പിടിയിലും മസാലയിലും ഉപ്പ് ആഡ് ചെയ്തേക്കണ കാരണം അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ വേണം സോൾട്ട് വേണമെങ്കിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട്. ഇതൊരു സെമി തിക്കാവുന്നവരെ ഇതുപോലെ പതിയെ വേണം സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സെമി തിക്കാക്കണം വരെ സ്റ്റേർ ചെയ്യാം. നമ്മുടെ ചെമ്മീൻ പിടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞാൽ ചൂടാറിക്കഴിയുമ്പോൾ വീണ്ടും അത് കൂടുതൽ തിക്കാവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ജസ്റ്റ് സോൾട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനൊരു പിഞ്ച് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇടിയപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഡിന്നറിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ പിടി. ചെമ്മീൻ പിടി ആണെങ്കിലും മസാല സ്റ്റഫ്ഡ് ഇടിയപ്പം ആണെങ്കിലും രണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇനി മസാല കുറച്ച് മേലേക്കൊന്ന് ആഡ് ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ സ്റ്റഫ്ഡ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ആൻഡ് പിടിയും ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്രോൺ മസാല നിറച്ച പിടി. ആദ്യം നമുക്ക് പിടി ട്രൈ ചെയ്യാം. ഈ
ഈ ചെമ്മീൻ നിറച്ച പിടി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉള്ളതായിരിക്കും നല്ലത്. നമ്മൾ ഈ മസാല നിറച്ച പിടി ആയതുകൊണ്ട് വേറെ കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. ജസ്റ്റ് ഈ തേങ്ങാപ്പാലിൻ്റെ ഗ്രേവി കുറച്ച് കൂടുതലുണ്ടായാൽ മതി. ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ കറക്റ്റ് ഒരു ഡിഷാണ്. ഇനി നമ്മുടെ മസാല ഫില്ല് ചെയ്ത ഇടിയപ്പം ട്രൈ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് സെയിം മസാലയിൽ തന്നെ ചിക്കനിൽ വെച്ചിട്ടാണെങ്കിലും റെഡിയാക്കാം, അതുപോലെ ബീഫിൽ വെച്ചിട്ടാണെങ്കിലും റെഡിയാക്കാം. ഈ പ്രോൺസിൻ്റെ ഫ്ലേവറാണ് എനിക്ക് കൂടുതലിഷ്ടം. ഈ മസാല സ്റ്റഫ്ഡ് ഇടിയപ്പത്തിന് ഏറ്റവും ബെസ്റ്റ് തേങ്ങാപ്പാലാണ്, കട്ടിയുള്ള. ഇത് ഡിന്നറിനൊക്കെ നല്ല ഓപ്ഷനാണ്. വേറെ നമുക്ക് വേറെ കറിയായിട്ടൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം കൂടി ഒറ്റ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം.